ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചിൻ യുവതിയും തമ്മിൽ ചെറിയൊരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ചന്ദ്രമതി ആഘോഷമാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അവർ തമ്മിൽ അടിയാണെന്നുള്ള കാര്യം വാമയെ വിളിച്ചിട്ട് നല്ല സന്തോഷമായിട്ട് പറയുന്നതൊക്കെ നമ്മുടെ രവി കേൾക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നതായിട്ടുള്ള രംഗമായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. മഹേഷും കൂട്ടരും കൂടി കാർ ഷെഡിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആന്റണിയും രണ്ടുപേരും കൂടി വരുന്നുണ്ട് കേട്ടോ. ആന്റണിയുടെ വരവ് കാണുന്ന സമയത്ത് എല്ലാവരും അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ആന്റണി ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് ചോദിക്കാൻ കേട്ടോ, എല്ലാവരും ഭയങ്കര ജോളിയായിട്ട് ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതെ, ആന്റണി എന്താ ഇപ്പൊ വന്നത്? ഞങ്ങളെല്ലാവരും പലിശന്റെ പണമൊക്കെ തന്ന് തീർത്തതല്ലേ, ഇനി അടുത്ത മാസമല്ലേ വരണ്ടെന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ മഹേഷും പറയുന്നുണ്ട്, അതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ നിനക്ക് പണം മൊത്തം കൊണ്ടു തന്നതല്ലേ, ഇനി എന്തായാലും അടുത്ത മാസം വാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കുന്ന രീതിയിൽ സംസാരിക്കാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആന്റണി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഡൊണേഷൻ വാങ്ങാൻ വേണ്ടി വന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നത് പോലെ എന്റെ അടുത്ത് സംസാരിക്കുന്നത്? സാധാരണയായിട്ട് ആന്റണി പലിശ മേടിക്കാനല്ലേ ഇങ്ങോട്ട് വരാറ്, അതെല്ലാം ഞങ്ങൾ തന്നില്ലേ എന്നുള്ള കാര്യം കൂട്ടത്തിലുള്ള വേറൊരാൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആന്റണി പറയുന്നുണ്ട്, ഞാൻ പലിശ മേടിക്കാൻ വേണ്ടി വന്നതല്ല, എന്റെ മൊത്തം പണം തിരികെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ പാവാണെന്ന് വിചാരിച്ചിട്ട് ചോദിച്ച പണം തന്നത് തെറ്റായി പോയി, ഇനി പലിശ ഒന്നും വേണ്ട, മൊത്തം പണം എനിക്ക് തിരികെ കിട്ടണം. എന്താ ആന്റണി ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? മാസം മാസം പലിശ കെട്ടാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് മൊത്തം പണം തിരികെ ചോദിച്ചാൽ എങ്ങനെയാ? നിങ്ങൾ അതിനുള്ള നന്ദിയാണല്ലോ എന്റെ അടുത്ത് അന്ന് കാണിച്ചത്. നിങ്ങളുടെ അടിമയെ വെച്ചിട്ട് നിങ്ങൾ എന്നെ അടിച്ചില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, അവൻ അടിമയൊന്നുമല്ല, അവൻ അധ്വാനിച്ചിട്ട് സമ്പാദിക്കുന്നവനാണ്. അപ്പോഴേക്കും ആന്റണി മഹേഷിന്റെ അടുത്ത് പറയുന്നുണ്ട്, അവൻ എങ്ങനെ വേണമെങ്കിലും സമ്പാദിക്കട്ടെ, അതൊന്നും എന്റെ കാര്യമല്ല. എല്ലാവരും കാറ് പണയം വെച്ചിട്ടാണല്ലോ പണം മേടിക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ ഫുള്ള് ക്യാഷും എനിക്ക് കയ്യിൽ വരണം. 3 ദിവസം കൊണ്ട് ഞങ്ങൾ എങ്ങനെയാ പണം തിരികെ തരിക എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മുടെ മഹേഷിന്റെ കൂടെയുള്ള ആള് ചോദിക്കുന്ന സമയത്ത്, അതൊന്നും എനിക്കറിയണ്ട, 3 ദിവസത്തിനുള്ളിൽ എനിക്ക് പണം തിരികെ കിട്ടണം, എനിക്ക് എന്റെ പണം കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും കാറ് ഞാൻ എടുത്തോണ്ട് പോകും. കാറ് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാ അധ്വാനിക്കുക? അതല്ലേ ഞങ്ങളുടെ ജീവിത മാർഗം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് സച്ചി എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവന്റെ അടുത്ത് പറഞ്ഞാൽ മതി, അവൻ കാറ് മേടിച്ചു തരും. അവൻ എന്നെ അടിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കാഴ്ചക്കാരെ പോലെ നിന്ന് കണ്ടു അല്ലേ, നിങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആന്റണി ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. ആന്റണി പോയ ഉടനെ തന്നെ നമ്മുടെ മഹേഷിന്റെ അടുത്താണെങ്കിൽ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സച്ചി കാരണം നമുക്ക് ഇങ്ങനെ ഒരു തലവേദന വന്നല്ലോ. അപ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട്, സച്ചി കാരണം നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ് വന്നത്? സച്ചി ആന്റണിയുടെ മേലെ കൈവച്ചതുകൊണ്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും, ആരുടെ ഭാഗത്താ തെറ്റെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. സച്ചി നമുക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പ്രശ്നം വരുമ്പോഴേക്കും അവ മുമ്പിൽ വന്ന് നിൽക്കാറില്ലേ? ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല മഹേഷേ, പക്ഷേ ഇപ്പൊ ഞങ്ങളുടെ കാർ എടുത്തോണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഇതല്ലാതെ നമുക്ക് മറ്റു വേറെ എന്താ ചെയ്യാൻ അറിയുന്നത്? ഇപ്പോ നമ്മൾ ചെയ്യാത്ത തെറ്റത്തിന് നമ്മുടെ കാറ് പോവാൻ വേണ്ടി പോവാണ്. നിന്നെ കൊണ്ട് ഇപ്പൊ പണം തിരികെ കെട്ടാൻ വേണ്ടി പറ്റുമോ? എല്ലാവരും 50,000 രൂപ വെച്ചിട്ട് മേടിച്ചിട്ടുണ്ട്, അതൊക്കെ ഇപ്പൊ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും? സച്ചിക്ക് എന്തായാലും ഇത്രയും ദേഷ്യം പാടില്ല, കുറച്ച് സമാധാനമായിട്ട് ഇരിക്കണമായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ കാറൊക്കെ പോകാൻ വേണ്ടി പോകുന്നത്, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് എല്ലാവരും. തുടർന്ന് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ്. എന്തായാലും എല്ലാവരും കൂടി മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത്, മുഖം ഇങ്ങനെ ഏറ്റിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? കാർ ഓടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോഴേക്കും, അതിന് ഞങ്ങളാരും ഇനി കാർ ഓടിക്കാൻ വേണ്ടി പോകുന്നില്ലല്ലോ, പിന്നെ നിങ്ങളെല്ലാവരും ഇനി ബസ് ഓടിക്കാനാണ് പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചി ചോദിക്കുകയാണേ. ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഓടിക്കേണ്ടി വരും. സച്ചി നീ എന്ത് പണിയാ ചെയ്തത്? അപ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, എടാ സച്ചി ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, നീ കുറച്ചു നേരം മിണ്ടാതിരിക്കേ. അപ്പോഴേക്കും സച്ചി മഹേഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല മഹേഷേ എന്താ പ്രശ്നം? എല്ലാവരും എന്താ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത്? അതൊന്നും ഇല്ലടാ വിട്ടേക്ക് എന്നുള്ള കാര്യം മഹേഷ് പറയുമ്പോ, എടാ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, എന്താ എല്ലാവരും മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത്? എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാൻ വേണ്ടി പറയുകയാണെ മഹേഷിന്റെ അടുത്ത്. ആ ആന്റണി വന്നിരുന്നു എന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും, എന്താടാ അവൻ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ചെയ്തോ? അവന്റെ കൈയും കൂടി ചേർത്ത് ഓടിക്കണമായിരുന്നു. നിനക്ക് എപ്പോ നോക്കിയാലും അടിപിടി എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. നീ ഓൾറെഡി ഇപ്പൊ അവനെ അടിച്ചത് കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതമാർഗം പോകാൻ വേണ്ടി പോകുന്നത്. എന്താണ് മഹേഷ് ഇവർ പറയുന്നതെന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ, അടി കിട്ടിയതിന്റെ ദേഷ്യം ആ ആന്റണി തീർക്കുവാണ്. 3 ദിവസത്തിനുള്ളിൽ ഞങ്ങളൊക്കെ മേടിച്ച് പണം തിരികെ കൊടുത്തിട്ടില്ലെങ്കിൽ കാർ എടുത്തോണ്ട് പോകുന്നതാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? നിങ്ങൾ കൃത്യമായിട്ട് പലിശ അടയ്ക്കുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അവനെന്താ ബാങ്കാണോ നടക്കുന്നത്? പൈസ കെട്ടിയിട്ട് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ തന്നെ ഒരു ഫ്രോഡാണ്. അധികമായ പലിശയ്ക്കാണ് അവൻ പണം കൊടുക്കുന്നത്.
ഞങ്ങൾ എഗ്രിമെന്റ് വെച്ചിട്ടൊന്നുമല്ലല്ലോ പണം മേടിക്കുന്നത്, പേപ്പറിനകത്ത് സൈൻ ചെയ്ത് കൊടുക്കുന്നു, അവൻ പണം തരുന്നു. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് എന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും ഞങ്ങൾ ചെയ്യുന്നതല്ല തെറ്റ്, നീ കാട്ടിക്കൂട്ടുന്നതാണ് തെറ്റ്. ഇപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം സച്ചി അവനെ അടിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ സച്ചിയെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ, എല്ലാത്തിനും ഇപ്പോൾ ഇവനാണ് കാരണം എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്കൊക്കെ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അവൻ വന്ന് നിൽക്കില്ലായിരുന്നു മുമ്പിൽ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണെ, അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറഞ്ഞിട്ടല്ല, എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും സച്ചി മുമ്പിൽ വന്ന് നിൽക്കും. പക്ഷേ ഇപ്പോൾ അവൻ കാരണമാണല്ലോ ഞങ്ങളുടെ കുഴപ്പം പോകാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും 3 ദിവസം കൊണ്ട് നമുക്ക് പണം തിരികെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാറ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ഒരു ജീവിതമാർഗം ഉള്ളത്? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്ത് പണിക്കാ പോവുക? ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് അതിൽ കുറച്ച് പ്രായമായിട്ടുള്ളൊരു ചേട്ടനുണ്ട്, അദ്ദേഹം ചെന്നിട്ട് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ കുറച്ച് സമാധാനത്തോടു കൂടി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നം വരില്ലായിരുന്നു, ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ എന്താ ചെയ്യാം? സച്ചി ഇത് കേട്ട ഉടനെ തന്നെ അവിടെ നിന്ന് ഓടിപ്പിടിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മഹേഷിന് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു പ്രശ്നത്തിന് പോവാണ് എന്നുള്ള കാര്യം. അപ്പോഴേക്കും മഹേഷ് ഓടി ചെല്ലുന്നുണ്ട്. സച്ചി അവരവരുടെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്, നീ എങ്ങോട്ടും പോലെ എന്നൊക്കെ പറഞ്ഞ് തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും വണ്ടി എടുത്തിട്ട് സച്ചി അവിടുന്ന് പോവാണ്. നേരെ ചെല്ലുന്നത് ആന്റണിക്ക് അരികിലേക്കാണ് കേട്ടോ. സച്ചിയുടെ വരവ് കാണുന്ന സമയത്ത് ആന്റണി പറയുന്നുണ്ട്, അറിയാം സച്ചി നീ വരൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച്, പക്ഷേ എന്താ ഇത്ര ലേറ്റ്? എടാ പ്രശ്നം നമ്മൾ രണ്ടുപേരും തമ്മിലാണ്, എന്താണെന്നുണ്ടെങ്കിലും നമുക്കിടയിലായിരിക്കണം അത്, വെറുതെ ആ പിള്ളേരെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? സച്ചി നിങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഒരു കാര്യമുണ്ട്, നിനക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും താൻ അത് ഈസി ആയിട്ട് മാനേജ് ചെയ്യും, പക്ഷേ കൂടെ ഉള്ളവർക്ക് പ്രശ്നം വന്നാലേ തനിക്കത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുള്ളൂ. നീ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നിനക്ക് എവിടെ അടിച്ചാലാ വേദനിക്കുക എന്നുള്ള കാര്യം അറിയുന്നത് കൊണ്ടാണ് അവിടെ തന്നെ പോയി അടിച്ചത്. ആന്റണി നീ നിന്റെ ദേഷ്യം എൻ്റെ അടുത്ത് കാണിക്കേ, അവരുടെ അടുത്ത് കാണിക്കരുത്, അവരുടെ കാർ എടുക്കരുത്, അവർ കറക്റ്റായിട്ട് പലിശ കിട്ടുന്നുണ്ടല്ലോ, കാശ് പോവാണെങ്കിൽ പോട്ടെ, അതെനിക്ക് അത്ര വലിയ കാര്യമേ അല്ല, എന്നാ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ അടിച്ചില്ലേ, അതിന് പകരം വീട്ടണ്ടേ? ആന്റണി എനിക്ക് നിന്റെ അടുത്ത് ഓൾറെഡി ഒരുപാട് ദേഷ്യമുണ്ട്, ഞാൻ ഭയങ്കര കടുപ്പിലാണുള്ളത്, നമ്മുടെ ശരത്തിന്റെ ജീവിതം തകർക്കുന്നത് നീയാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പഠിക്കുന്ന അവനെ കൊണ്ട് ഓരോരോ പണി ചെയ്യിപ്പിച്ചോ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആര് ഞാനോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ആന്റണി. നീയും അവരും കൂടി ചേർന്നിട്ട് എന്തെല്ലാം പണി ഒപ്പിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എന്തറിയാനാ, അവനല്ലേ ആദ്യം പിടിക്കപ്പെടുക? അതെ അത് തന്നെയാണല്ലോ, നീയൊക്കെ രക്ഷപ്പെടും, പക്ഷേ പിടിക്കപ്പെടാൻ വേണ്ടി പോകുന്നത് അവനാണല്ലോ. എന്നാ ആ പൊട്ടനത് അറിയില്ല, അവനെ വിട്ടേക്ക്, അവന്റെ കുടുംബം തന്നെ അവനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കാൻ പോകുന്നത്. ശരത്ത് എന്റെ ഫ്രണ്ടാണ്, അവന് ഞാൻ ഒരു ചീത്ത കാര്യങ്ങളും ചെയ്യില്ല, അവന് നല്ലത് മാത്രമേ ഞാൻ ചെയ്യൂ, അവന് ഞാൻ ശമ്പളം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ എന്റെ കൂടെ നിൽക്കുന്നത്, നിനക്ക് പറ്റുമെങ്കിൽ നീ അത് ചെയ്യേ. തുടർന്ന് സച്ചി പറയുന്നുണ്ട്, എല്ലാ സമയം ഞാൻ ആന്റണി ഒരുപോലെയല്ല ഉണ്ടാവുക, അന്ന് നീ വാങ്ങിച്ച് കൂട്ടേണ്ടി വരും, ഞാൻ ദേഷ്യത്തോടു കൂടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നീ എണീറ്റ് നടക്കാൻ 6 മാസം എടുക്കും, നീയും ഞാനും തമ്മിലാണ് പ്രശ്നം, ആ പിള്ളേരെ വിട്ടേക്ക്. ശരി നീ പറഞ്ഞതുപോലെ ഞാൻ വിട്ടേക്കാം, കാറൊന്നും ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നില്ല, പക്ഷെ നീ എന്നെ അടിച്ചിട്ട് അപമാനപ്പെടുത്തിയില്ലേ, അത് ഞാൻ എങ്ങനെ സഹിക്കാം? എന്റെ മേലുള്ള ഭയമാണ് എന്റെ ജോലിയുടെ ഇൻവെസ്റ്റ്മെന്റ്, അത് നീ കാരണം പോയി, എല്ലാവരും എന്നെ പുച്ഛത്തോടു കൂടിയിട്ടാണ് നോക്കുന്നത്. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഞാന് നിന്റെ കാർ ഷെഡിലേക്ക് വരാം, അവിടെ വെച്ചിട്ട് നീ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ കാലിൽ വീണിട്ട് മാപ്പ് ചോദിക്കണം. ഇത് കേട്ട ഉടനെ തന്നെ ഇരുന്നിടന്ന് ഒരൊറ്റ എണീക്കലാണ് കേട്ടോ സച്ചി. അങ്ങനെ നീ ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ ഫ്രണ്ട്സിന്റെ അരികിൽ പോലും ഞാൻ വരില്ല, പലിശയൊക്കെ ഞാൻ വേണ്ടെന്ന് വെക്കും, പണത്തിന്റെ മുതൽ എപ്പോഴാണോ തരാൻ വേണ്ടി പറ്റുന്നത് അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും, അതിന് നീ എന്റെ കാലിൽ വീണിട്ട് മാപ്പ് ചോദിക്കണം. എന്താ മാപ്പ് ചോദിക്കോ? അപ്പോഴേക്കും നമ്മുടെ ആന്റണിയുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ, സച്ചിയെ കളിയാക്കുന്ന രീതിയിൽ. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് സച്ചി ഒന്നും മിണ്ടാതെ പോകുന്നുണ്ട് കേട്ടോ. എന്താ നീ ഒന്നും പറയാതെ പോകുന്നത് സച്ചി? നാളെ 12 മണിക്ക് ഞാൻ വരും, മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്ക്. തുടർന്ന് നമ്മുടെ വീട്ടിലാണ് കേട്ടോ കാണിക്കുന്നത്. രാത്രി എല്ലാവരും ഉറങ്ങി, നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ പതിവ് പോലെ തന്നെ പാവിരിച്ചിട്ട് ഹാളിൽ കിടക്കുകയാണ്. സച്ചി അവിടുന്ന് പായ എടുത്തിട്ട് ടെറസിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. രേവതി മിണ്ടുന്നൊന്നുമില്ല. സച്ചി ആണെങ്കിൽ നേരെ പോയിട്ട് കുറച്ചു നേരം ടെറസിൽ ഇരുന്നതിന് ശേഷം താഴേക്ക് ഇറങ്ങി വന്നിട്ട് രേവതിക്ക് അരികിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. നോക്കുന്ന സമയത്ത് രേവതി കണ്ണോ കടച്ച് ഉറക്കം പോലെ തന്നെയാണ് കിടന്നുറങ്ങുന്നുണ്ട്. രേവതിയെ നോക്കിയിട്ട് ഇവളടുത്ത് നടന്ന കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി പറ്റില്ല, നടന്ന കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാല് അവളെ ഇപ്പോഴത്തേക്കാൾ കൂടുതൽ വിഷമിക്കും എപ്പോഴും, അതുകൊണ്ട് അത് പറയാനും പറ്റില്ല, ഇവളെ ഞാൻ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കാന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ഇതാക്കുമ്പോഴേക്കും രേവതി ഇങ്ങനെ തിരിഞ്ഞിങ്ങോട്ട് നോക്കുന്ന സമയത്ത് സച്ചി അവിടെ നിൽക്കുന്നത് കാണുകയാണെങ്കിൽ രേവതി കണ്ണു തുറന്നെന്ന് മനസ്സിലാക്കുന്ന സച്ചി രേവതി അവിടെ കൊണ്ടുവച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ അതെടുത്ത് കുടിച്ചിട്ട് മിണ്ടാതെ അങ്ങ് പോകുന്നുണ്ട്. സച്ചി പോയി കഴിഞ്ഞതിന് ശേഷം രേവതി മനസ്സിൽ വിചാരിക്കുന്നത് ഇനി ഇങ്ങനെ ചെയ്യില്ല, എന്നോട് ക്ഷമിക്കണം എന്നൊരു വാക്ക് പറയാത്ത സച്ചിയേട്ടൻ്റെ അടുത്ത് ഞാൻ എന്തിനാ മിണ്ടാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ. കാർ ഷെഡിലാണ്, സച്ചി ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്.
അങ്ങനെ ഓരോരുത്തർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് പണം റെഡിയാക്കിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. പണം ഒരു രീതിയിലും റെഡി ആയില്ല. വീട്ടിലാണെന്നുണ്ടെങ്കിൽ സ്വർണം ആകെ 2 ചെയിൻ മാത്രമാണ്, അത് ഭാര്യ തരില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? തുടർന്ന് മഹേഷിന്റെ അടുത്ത് ചോദിക്കുകയാണേ, നീ റെഡിയാക്കിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇല്ല എന്ന് മഹേഷും പറയാണ്. ഓൾറെഡി ഒരുപാട് ആൾക്കാരുടെ അടുത്ത് നിന്ന് പണം കടം മേടിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ ആരോട് ചോദിച്ചാൽ അവർ തരുക. അപ്പോൾ ഇന്ന് എന്തായാലും വന്നിട്ട് കാർ എടുത്തുകൊണ്ട് പോകുന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അവർ സംസാരിക്കുന്ന ഇടയ്ക്ക് തന്നെ ആന്റണിയും ടീമും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ആന്റണി വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, എല്ലാവരും പണം എടുക്ക്, ഇന്ന് തന്നെ എനിക്ക് സെറ്റിൽ ചെയ്തിട്ട് പോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോഴേക്കും ആന്റണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു എളിമയോട് കൂടി സംസാരിക്കുമ്പോഴേക്കും, എന്താ നിങ്ങൾക്കാർക്കും പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും പണം എങ്ങനെയാണ് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? തുടർന്ന് മഹേഷും പറയുന്നുണ്ട്, ആന്റണി കുറച്ച് ടൈം താ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ശരിയാക്കിയിട്ട് ഞങ്ങൾ അടച്ചു തീർത്തോളാം. എനിക്കറിയാം നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള കാര്യം. എന്തായാലും നിങ്ങൾ ആരും പണം തരേണ്ട കാര്യമില്ല, കാർ ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ കൂടെയുള്ള ആൾക്കാരെടുത്ത് കാർ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ടോ? അപ്പോഴേക്കും പ്ലീസ് ആന്റണി ചേട്ടാ ഒന്ന് ക്ഷമിക്കൂ, കാർ എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതമാർഗം ഇതാണെന്നുള്ള കാര്യം പറയുമ്പോൾ അത് ചെന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സച്ചിയുടെ അടുത്ത് പറ, അവൻ നിങ്ങളുടെ ജീവിതം രക്ഷിച്ചോളൂ. നിങ്ങൾ അവനെ വെച്ചിട്ട് എന്നെ അടുപ്പിച്ചില്ലേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കുക എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചോദിക്കേണ്ടവൻ ചോദിച്ചില്ലല്ലോ എന്നാണ് ആന്റണി പറയുന്നത്. സച്ചിയെ ഉദ്ദേശിച്ചിട്ടാണ്. ഇനി എന്തായാലും ക്ഷമിക്കാൻ വേണ്ടി പറ്റില്ല. എന്താടാ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? കാർ എടുക്കുമെന്ന് പറയാണ് ആന്റണിയുടെ കൂടെ വന്ന ആൾക്കാരുടെ അടുത്ത്. അങ്ങനെ അവന്മാർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് കാർ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും സച്ചി അവിടുന്ന് എന്ന് പറഞ്ഞൊരു ഒറ്റ വിളിയാണ്. ആരെങ്കിലും കാറിന്റെ മേലെ കൈ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വന്ന പോലെ തിരിച്ചു പോവില്ല, മാറി നിക്കടാ എന്ന് പറയണേ. എടാ നിക്കടാ, അവൻ പറഞ്ഞതുപോലെ തന്നെ കാലിൽ വീഴാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. വാ സച്ചി വാ, നീ വന്നല്ലേ പറ്റുള്ളൂ. എന്താ സച്ചി നീ തീരുമാനിച്ചോ? ഞാൻ പറഞ്ഞതിന് നീ റെഡിയാണോ? ഇവരുടെ കാറൊന്നും ഞാൻ എടുത്തോണ്ട് പോകാൻ പോകുന്നില്ല, അതുമാത്രമല്ല പലിശയും ഞാൻ വെട്ടിക്കുറയ്ക്കാം. പക്ഷേ നീ കാലിൽ വീണിട്ട് മാപ്പ് ചോദിക്ക്. അപ്പോഴേക്കും മഹേഷിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ ആരോടെ കാലിൽ വീഴാൻ വേണ്ടി പറഞ്ഞത്? നിന്നെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയാണേ. എടാ നീ എന്തിനാടെ കിടന്ന് തുള്ളുന്നതെന്ന് മഹേഷിന്റെ അടുത്ത് ചോദിക്കുകയാണെ ആന്റണി. ഇത് ഞങ്ങൾക്കിടയിലുള്ള ഡീലിംഗ് ആണ്. ഇവൻ എന്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാറൊക്കെ വിടാന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ വാ സച്ചി, ഡാ വീഡിയോ എടുക്കടാ എന്നുള്ള കാര്യം പറയാണേ. അങ്ങനെ സച്ചി കാലിൽ വീഴുമെന്ന് വിചാരിച്ചിട്ട് കൂടെയുള്ള ആളെടുത്ത് വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെറ്റപ്പായിട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും മഹേഷിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. സച്ചി ഇവൻ എന്താ ഈ പറയുന്നത്? അവൻ കാർ എടുത്തോണ്ട് പോവാണെങ്കിൽ പോട്ടടാ. അപ്പോഴേക്കും സച്ചി നീ നിക്കടാ. അപ്പോഴേക്കും ആന്റണി പറയുന്നുണ്ട്, വാ സച്ചി, നീ അമ്പലത്തില് സാഷ്ടാംഗം പ്രണമിക്കില്ലേ, അതുപോലെ വന്നിട്ട് കാലിൽ വീഴടാ. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് പുറകിലേക്ക് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ക്യാമറമാൻ റെഡി ആയിട്ട് നിൽക്കുവാണേ. ആന്റണിയുടെ മുഖത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. ഇപ്പൊ സച്ചി കാലിൽ വീഴുന്നുള്ള രീതിയാണ്. കുറച്ച് പുറകിലേക്ക് പോയിട്ട് നമ്മുടെ സച്ചി ഉണ്ടല്ലോ പറയുന്നത്, ഇവിടുന്ന് ഓടി വന്നിട്ട് ഒരേറ്റ ചവിട്ട് തന്നാലുണ്ടല്ലോ എന്ന് പറയാണേ. എന്നിട്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ അടിക്കുന്നൊന്നുമില്ല കേട്ടോ. നിന്റെ ചങ്കൊക്കെ പൊടിഞ്ഞു പോവും. നിന്റെ കാലിൽ വീഴാൻ വേണ്ടിയിട്ട് നീ ആരാടാ? നാട്ടു രാജാവോ അതോ മഹാത്യാഗിയോ? അധികമായിട്ടുള്ള പലിശയ്ക്ക് കാശ് ഇതാക്കുന്ന ബ്ലേഡുകാരൻ. നിന്റെ കാലില് ഞാൻ വീഴണോടാ? നീ എന്താണ് അഹങ്കാരം കാണിക്കുകയാണ്? നിങ്ങൾ എന്താണ് നോക്കി നിൽക്കുന്നത്? കാർ എടുക്കാൻ വേണ്ടി പറയാനുണ്ടോ ആന്റണി? അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആരെങ്കിലും കാറിൽ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇവിടുന്ന് നല്ല രീതിയിൽ പോവില്ല. അപ്പോഴേക്കും ആന്റണിക്ക് ചെറിയൊരു പേടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പണം കൊടുത്തിട്ടുണ്ട്, അതിനാണ് ഞാൻ കാർ എടുത്തോണ്ട് പോകുന്നത്. അറിയാടാ എനിക്ക്. ഞങ്ങളുടെ പോലത്തെ ആൾക്കാര് വേറെ വഴിയില്ലാതെ നിന്നെ പോലത്തെ ഫ്രോഡ്സിന്റെ അടുത്ത് വന്നുകൊണ്ട് നിൽക്കണം. കുറച്ച് പണം പലിശയ്ക്ക് കൊടുത്തിട്ട് ആ പേരും പറഞ്ഞിട്ട് അങ്ങ് വരട്ട്. നിന്റെ പണം അതല്ലേ നിനക്ക് വേണ്ടത്? അപ്പോഴേക്കും ഓരോരുത്തരെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എത്ര പണമാണ് ഇവന്റെ അടുത്ത് മേടിച്ചെന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ട് നമ്മുടെ സച്ചി കയ്യിൽ നിന്നുള്ള ഒരു കവറായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് നിന്ന് 50,000, 60,000 അങ്ങനെ ഓരോരുത്തരുടെ പലിശയും കറക്റ്റ് ആയിട്ട് നമ്മുടെ ആന്റണിക്ക് കൊടുക്കാണ്. പലിശയല്ല കേട്ടോ, മുതലടക്കമുള്ളത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ മഹേഷിന്റെ അടുത്ത് വീഡിയോ എടുക്കാനും സച്ചി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആന്റണി ചൂളി പോവാണ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് പൈസ തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സച്ചി കൊടുത്ത പണം കൊണ്ടാണ് എല്ലാവരും അതൊക്കെ തീർക്കുന്നത്. എല്ലാവരുടെ അടുത്തും പണം മേടിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ആന്റണിയുടെ മുഖം ഇങ്ങനെ വീർത്ത് നിൽക്കുവാണ് കേട്ടോ. പക്ഷെ മഹേഷ് പറയുന്നുണ്ട്, എല്ലാവരും പണം തിരിച്ചു തരല്ലേ ആന്റണി ചെയ്യുന്നത്, നീ കുറച്ച് ചിരിച്ച് സ്മൈലോട് കൂടി നിൽക്കടാ. അത് കഴിഞ്ഞ് സച്ചി ഇനിയിപ്പോ മഹേഷിന് പണം കൂടി കൊടുക്കാനുള്ളൂ കേട്ടോ. മഹേഷേ നീ എത്ര പണം കൊടുക്കാനുണ്ടടാ? 40,000 രൂപ. ഓഹോ, ഇതിനാണോ ഇവൻ കാറൊക്കെ എടുത്തോണ്ട് പോകാൻ വേണ്ടി വന്നത്? എന്ത് ചെയ്യാനാ, ഇവൻ ഇങ്ങനെ ആയി പോയില്ലേ. അങ്ങനെ മഹേഷ് നീ വാടാ എന്ന് പറഞ്ഞിട്ട് മഹേഷിന്റെ കയ്യിൽ പണം കൊടുക്കുന്ന സമയത്ത് മഹേഷിന്റെ ഫോണിനകത്താണല്ലോ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. മഹേഷ് ആണെങ്കിൽ മറ്റേ തൊട്ടടുത്തുള്ള ചേട്ടൻ്റെ അടുത്ത് കൊടുത്തിട്ട് മഹേഷ് കൊടുക്കുന്ന വീഡിയോയും കൂടി എടുപ്പിക്കാനായിട്ട് നമ്മുടെ സച്ചി. അങ്ങനെ പണം കൊടുക്കുന്ന സമയത്ത് ഇനി നീയുമായിട്ട് ഒരു ബന്ധത്തിനും താല്പര്യമില്ല എന്നുള്ള കാര്യം മഹേഷ് പറയുന്നുണ്ട്. ഇനി നീ കാറ് എടുക്കാൻ വേണ്ടി വരുന്നു, ആളെടുക്കാൻ വേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞത് നിന്നെ ഈ പരിസരത്ത് കണ്ടാലുണ്ടല്ലോ കാറ് നിന്റെ മേലെ ഇരിക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയണേ. അപ്പോഴേക്ക് ആന്റണി വന്ന ആൾക്കാരുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ,
ഇവൻ കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്നത്, എന്താണ് നോക്കി നിൽക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ മുഷ്ടിയൊക്കെ ചുരുട്ടി സച്ചി അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ സച്ചി കൈയൊന്നും അങ്ങ് തിരിക്കുമ്പോഴേക്കും രണ്ടെണ്ണം പേടിച്ച് പറിച്ചവിടെ നിൽക്കുവാണ്. എന്താടാ നിങ്ങൾ അടി വാങ്ങിയത് മറന്നുപോയോ? അപ്പോഴേക്കും മഹേഷും അങ്ങ് കത്തിക്കയറുന്നുണ്ട് കേട്ടോ. നിന്റെ അടുത്ത് നിന്ന് കാശ് മേടിച്ചത് കൊണ്ടാണ് ഞങ്ങൾ സമാധാനപരമായിട്ട് നിന്നത്. ഇനി ഇവന്റെ നെഞ്ചത്തോട്ട് കയറിയേ ഇവിടെ കിടന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നീ ഒന്നും വന്ന പോലെ തിരിച്ചു പോയില്ല എന്ന് കഴിച്ചുകൊണ്ടി പറയാണ് കേട്ടോ. തുടർന്ന് സച്ചി പറയുന്നുണ്ട്, നീ എന്റെ അടുത്ത് കാലിൽ വീഴാൻ വേണ്ടി പറയാൻ ആരാടാ നീ? ഫ്രോഡ്, അക്യൂസ്ഡ്, മറ്റുള്ളവരെ അറുത്ത് ജീവിക്കുന്ന നീ ഒരു പാവം പയ്യന്റെ മനസ്സ് പറഞ്ഞ് തിരിപ്പിച്ചിട്ട് നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണല്ലേ. എല്ലാത്തിനും കൂടി ചേർത്തിട്ട് നിനക്ക് ഒരു ദിവസം തരുന്നുണ്ട്. ഇപ്പൊ പോവാൻ നോക്ക്. അപ്പോഴേക്കും ആന്റണി വാടാ പോവാന്ന് പറഞ്ഞിട്ട് നാണം കെട്ടിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ആന്റണി പോയി കഴിഞ്ഞ ശേഷം മഹേഷ് ചോദിക്കുന്നുണ്ട്, എവിടുന്നാണ് ഇത്രയും പണം നീ അറേഞ്ച് ചെയ്തത് എന്നുള്ള കാര്യം. അതൊക്കെ ഇരിക്കട്ടെ, ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അതിൽ ഓരോരുത്തരായിട്ട് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ സച്ചിയുടെ അടുത്ത്. ഇത് കേൾക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഞാൻ കാരണം ആരും കഷ്ടപ്പെടരുത്. സച്ചി എത്ര കാലം വേണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടും, പക്ഷെ സച്ചി കാരണം ഒരുത്തനും കഷ്ടപ്പെടില്ല, കഷ്ടപ്പാട് കൊടുക്കുകയില്ല. ഞാൻ കാരണം ആരുടെയും ജീവിതം ഒന്നും ആവില്ല. അപ്പോഴേക്കും സച്ചി സോറി, നിന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ ആയി പോയി എന്നുള്ള കാര്യം പറയുമ്പോ സാരമില്ല, അതൊക്കെ വിട്ടേക്ക്, പാവം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ, അതൊക്കെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സച്ചി പോകുന്ന സമയത്ത് മഹേഷ് ഓടി ചെല്ലുന്നുണ്ട്. സച്ചി നിക്കടാ, എവിടുന്നാടാ നിനക്ക് ഇത്രയും പണം? 3-4 ലക്ഷം രൂപയുണ്ടല്ലോ. അപ്പൊ സച്ചി പറയുന്നത് കാറ് വിറ്റു എന്നാണേ. എന്താണ് നീ പറഞ്ഞത്? കാറ് വിറ്റുന്നോ? എടാ നിന്റെ അച്ഛൻ ആധാരം വെച്ചിട്ട് മേടിച്ചെന്ന കാറില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതിനെന്താടാ, അത് പോട്ടെ, ആ കാറ് വെച്ചിട്ട് ഞാൻ പണം കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കാർ എടുത്തോണ്ട് പോവായിരുന്നു, ഞാൻ അവന്റെ കാലിൽ വീണ് മാപ്പും പറയേണ്ടി വന്നേനെ. അല്ലെങ്കിൽ എടാ കാറില്ലാതെ നീ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്താടാ ഞാൻ ജനിച്ചപ്പം തന്നെ കാറോടായിട്ടാണോ വന്നത്? അതൊക്കെ വിടടാ, വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ഞാൻ ജീവിക്കും. ഈ സച്ചി വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റാത്തതൊന്നുമില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പോയിട്ട് നിന്റെ ജോലി നോക്ക്, വരട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവാണ്.